ചില ദുരന്തങ്ങൾ കാലം കഴിയുമ്പോൾ ആളുകൾ മറക്കും. എന്നാൽ മറ്റു ചിലതുണ്ട്. എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും വർഷങ്ങൾക്കപ്പുറത്തു നിന്നും അതിൻ്റെ കറുത്ത നിഴലുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. 1988 ജൂലൈ 8 കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആ കറുത്ത ദിവസം, പെരുമൺ ദുരന്തം. അന്ന് അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ച ഐലൻഡ് എക്സ്പ്രസിൻ്റെ ആ കോച്ചുകളിൽ പൊലിഞ്ഞത് 105 ജീവനുകളായിരുന്നു. റെയിൽവേ അന്വേഷിച്ചു, ഗവൺമെൻറ് അന്വേഷിച്ചു. അതിന് കാരണം അവർ കണ്ടെത്തി അദൃശ്യമായ ഒരു ചുഴലിക്കാറ്റ്. അതും പറഞ്ഞ് ആ കേസ് അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കേരളക്കരയും ശാസ്ത്രലോകവും ഒരുപോലെ ചോദിക്കുന്നു, അന്ന് മത്സ്യത്തൊഴിലാളികൾ പോലും കാണാതിരുന്ന ആ കാറ്റ് എവിടെ നിന്നാണ് വന്നത് എന്ന്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഒരൽപ്പം കൂടി ഭയപ്പെടുത്തി തുടങ്ങുന്നത് ദുരന്തം നടന്ന കൃത്യം 1 വർഷം തികയുമ്പോഴാണ്. പെരുമണ്ണിലെയും കൊല്ലത്തെയും ചില റെയിൽവേ ഓഫീസുകളിൽ രാത്രികാലങ്ങളിൽ വിചിത്രമായ ചില സംഭവങ്ങൾ അരങ്ങേറിയതായി പറയപ്പെടുന്നു. സമയം രാത്രി ഏതാണ്ട് 11:45. ആ പഴയ റെയിൽവേ ഓഫീസ് റൂമിലെ ടേബിൾ ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചം, ഭിത്തിയിലെ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അനങ്ങുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കാം. ജൂലൈ മാസം 1989 കലണ്ടർ കാറ്റുകൊണ്ടിട്ടെന്നതുപോലെ ആടി ഉലയുന്നുണ്ടായിരുന്നു. പൊടി പിടിച്ച ലോഗ് ബുക്കുകളും ഫയലുകളും. പെട്ടെന്ന് ടേബിളിലിരിക്കുന്ന പഴയ കറുത്ത ഡയൽ ഫോൺ ഭ്രാന്തമായി അടിക്കാൻ തുടങ്ങി. ഡ്യൂട്ടിയിലിരുന്ന ഉദ്യോഗസ്ഥൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അയാൾ റിസീവർ എടുത്ത് ചെവിയോട് ചേർത്തു. അതിലൊരു സ്റ്റാറ്റിക് ശബ്ദം മാത്രമാണ് അയാൾ കേട്ടത്. അതോടൊപ്പം കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ഇരമ്പലുകളും. പൊടുന്നനെ ഒരു ശബ്ദം വന്നു. എൻജിൻ നമ്പർ 2402. ഞങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാലത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു എന്ന്. ആകെ ഭയന്നുപോയ ഉദ്യോഗസ്ഥൻ കലണ്ടറിലേക്ക് നോക്കി. 1989 ജൂലൈ 8. കഴിഞ്ഞ വർഷം ഇതേ ദിവസം പാലത്തിൽ നിന്നും തകർന്നു വീണ ഐലൻഡ് എക്സ്പ്രസിൻ്റെ എൻജിൻ നമ്പർ തന്നെയായിരുന്നു ആ ഫോണിലും പറഞ്ഞിരുന്നത്. തുടർന്ന് വന്ന കോളുകളും ആർക്കും വിശദീകരിക്കാൻ കഴിയുന്നവയല്ല. 1 വർഷത്തിനു മുമ്പ് അപകടത്തിൽപ്പെട്ട ഒരു എഞ്ചിനിൽ നിന്നും 1 വർഷത്തിനിപ്പുറം അതിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ വിളിച്ചതുപോലെയുള്ള ഒരു കോൾ. ചിലർ പറയുന്നു അതൊരു പ്രാങ്ക് കോളായിരിക്കാം. മറ്റു ചിലർ പറയുന്നു അത് കാലം തെറ്റി വന്ന കോളായിരിക്കാം എന്ന്. പെരുമൺ ദുരന്തത്തെക്കുറിച്ച് ഇന്നും ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു ടൈം ട്രാവൽ കഥ, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചത്. അത് ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അഷ്ടമുടിക്കായലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിൽ ചിലത് നമുക്ക് ചർച്ച ചെയ്യാം. കേറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ഐലൻഡ് എക്സ്പ്രസ് 1988 ജൂലൈ 8 ഉച്ചയ്ക്ക് ഏതാണ്ട് 12:55 കൊല്ലത്തു നിന്നും പെരുമൺ പാലത്തിലേക്ക് കടക്കുന്നത്. എഞ്ചിനും അതിനുശേഷമുള്ള 2 ബോഗികളും പാലം കടന്നതിന് ശേഷം അവസാനം വരുന്ന 10 ബോഗികൾ പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു. കേരളം അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മഹാദുരന്തം. അതിൽ പൊലിഞ്ഞത് 105ഓളം മനുഷ്യരാണ്. അതിൽ ഗുരുതരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത് 100-ൽ കൂടുതൽ പേര്. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ റെയിൽവേ കമ്മീഷനെ നിയോഗിച്ചു. മാസങ്ങൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അവർ സമർപ്പിച്ച ആ വിചിത്രമായ റിപ്പോർട്ട് ഇതായിരുന്നു. ദുരന്തം നടന്ന ആ സെക്കൻഡിൽ പെരുമൺ പാലത്തിൻ്റെ മുകളിൽ അതിശക്തമായൊരു ലോക്കൽ ടൊർണാഡോ, അതായത് ചുഴലിക്കാറ്റ് വീശിയടിച്ചു. ആ കാറ്റ് ബോഗികളെ കായലിലേക്ക് തള്ളിയിട്ടു. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രകൃതി പ്രതിഭാസം. എന്നാൽ റെയിൽവേയും ജനങ്ങളും അതിനെ അപ്പാടെ വിഴുങ്ങാൻ തയ്യാറല്ലായിരുന്നു. അവരാ വാർത്തയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ട്രാക്കിലെ അറ്റകുറ്റപ്പണിയുടെ പിഴവും എഞ്ചിൻ്റെ തകരാറുമാണ് ഇങ്ങനൊരു അപകടമുണ്ടാകാനുള്ള കാരണമെന്നുള്ള ആരോപണവും അന്ന് വന്നിരുന്നു. റെയിൽവേ ഈ ഫയലുകൾ ലോക്കറിലിട്ട് പൂട്ടി വയ്ക്കുകയായിരുന്നു.
കമ്മീഷൻ കൊണ്ടുവന്ന അദൃശ്യ ചുഴലിക്കാറ്റ് സിദ്ധാന്തം പൂർണ്ണമായും തള്ളിക്കളയാനുള്ള കാരണം മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ അങ്ങനെ ഒരു കാറ്റ് കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, ഇത് റെയിൽവേയുടെ പിഴവാണ് എന്നും ആ പിഴവ് മറച്ചു വെക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം കൊണ്ടുവരുന്നൊരു കാരണം മാത്രമാണിത് എന്നുമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു പിഴവ് മാത്രമായിരിക്കുമോ ഇതിൻ്റെ കാരണം, അതോ മറ്റെന്തെങ്കിലും റെയിൽവേ മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ദുരന്തം സംഭവിച്ചതിന് ശേഷം രാജ്യം ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണം എന്ന്. റെയിൽവേ അതിനായി നിയോഗിച്ചത് ഒരൊറ്റയാൾ കമ്മീഷനെയായിരുന്നു. സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് കേരളക്കരയെ ഒന്നടങ്കം പരിഹസിക്കുന്നതായിരുന്നു. അന്ന് ആ സമയത്ത് പെരുമൺ പാലത്തിന് മുകളിൽ മാത്രം ഒരു അദൃശ്യ ചുഴലിക്കാറ്റ്, അതായത് ഒരു മൈക്രോബേസ്റ്റ് ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ. ആ കാറ്റ് വന്ന് ട്രെയിനിൻ്റെ നടുവിലുള്ള ബോഗികളെ മാത്രം തൂക്കിയെടുത്ത് കായലിലിട്ടു എന്ന് കമ്മീഷൻ എഴുതി വെച്ചു. കായൽക്കരയിൽ ഇതേ സമയത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും കായലിന് തൊട്ടടുത്തുള്ള ഓലമേഞ്ഞ വീടുകളും അങ്ങനെ ഒരു ചെറിയ കാറ്റ് പോലും കണ്ടിരുന്നില്ല, അവരനുഭവിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാത്ത പ്രകൃതി നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ച ആ അത്ഭുതക്കാറ്റ് എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോയത്? ആ മഹാദുരന്തത്തിൻ്റെ കാരണം പ്രകൃതിയുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ അധികാരികൾ മറച്ചുവെച്ചത് റെയിൽവേയുടെ അനാസ്ഥ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ പെരുമൺ പാലത്തിലും അതിനു ചുറ്റുമുള്ള പലയിടങ്ങളിലും ട്രാക്കിൽ കടുത്ത അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയമായിരുന്നു അത്. അത്തരം സാഹചര്യങ്ങളിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ടത് 20 കിലോമീറ്ററിൽ താഴെ വേഗതയിൽ മാത്രമായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സിഗ്നലുകൾ അവിടെ സ്ഥാപിക്കുകയും വേണം. എന്നാൽ അന്ന് അവിടെ കൃത്യമായ സിഗ്നലുകളോ മുൻകരുതലുകളോ ഉണ്ടായിരുന്നില്ല. 80 കിലോമീറ്ററിലധികം വേഗതയിൽ പാഞ്ഞു വന്ന ഐലൻഡ് എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റ് ട്രാക്കിലെ അപാകത തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. അപകടം മുന്നിൽ കണ്ട് പാലത്തിന് തൊട്ടുമുകളിൽ വെച്ച് അദ്ദേഹം എമർജൻസി ബ്രേക്ക് അടിച്ചു. അറ്റകുറ്റപ്പണി കാരണം കൃത്യമായി ഉറപ്പിക്കാത്ത അലൈൻമെൻറ്റ് തെറ്റിക്കിടന്ന ട്രാക്കിൽ ആ വേഗതയിൽ എമർജൻസി ബ്രേക്ക് വീണപ്പോൾ ഭീകരമായൊരു മെക്കാനിക്കൽ റിയാക്ഷനാണ് അവിടെ നടന്നത്. അതിവേഗത്തിൽ വന്ന ബോഗികൾ പരസ്പരം ഇടിച്ചു കയറി പാലത്തിൽ നിന്നും വഴുതി കായലിലേക്ക് പതിച്ചു. അതായത് ആ 105 പേരുടെ ജീവൻ കവർന്നത് പ്രകൃതിയോ കാറ്റോ അല്ല, മനുഷ്യൻ്റെ അനാസ്ഥയായിരുന്നു. എന്നാൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണി മാത്രമായിരുന്നു അതിന് കാരണം? അല്ല എന്ന് ചരിത്രം പറയുന്നു. പാളത്തിലെ അറ്റകുറ്റപ്പണികൾ മാത്രമായിരുന്നില്ല ആ അപകടത്തിന് കാരണം. ബോഗികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കപ്ലിങ്ങുകളും അതിനുണ്ടായ തകരാറുകളും ഈ ഒരു ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടുകയായിരുന്നു. പാളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ തകരാറിലായിരുന്ന ആ കപ്ലിങ്ങുകൾ പൊട്ടിയാണ് ഓരോ ബോഗികളും മേൽക്കുമേൽ കയറി പാളത്തിൽ നിന്നും മറിഞ്ഞു വീണത്. അങ്ങനെയാണ് ഒരുപാട് പേർ മരണപ്പെട്ടത്. അതായത് ഈ ഒരു അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം റെയിൽവേയുടെ മെക്കാനിക്കൽ മെയിൻ്റനൻസിൻ്റെ കുറവ് തന്നെയാണ്. സൂര്യനാരായണൻ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് ദുരന്ത സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയ ഡോക്ടർമാരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധരുടെയും കണ്ടെത്തലുകൾ. ഒരു വലിയ ചുഴലിക്കാറ്റാണ് ട്രെയിൻ മറിച്ചത് എങ്കിൽ മരിച്ചവരുടെയോ രക്ഷപ്പെട്ടവരുടെയോ ശരീരത്തിൽ കടുത്ത വായുമർദ്ദം മൂലമുണ്ടാകുന്ന ആന്തരിക പരുക്കുകളോ ശ്വാസകോശ തകരാറുകളോ കാണുമായിരുന്നു. എന്നാൽ മരിച്ച 105 പേരുടെയും മരണം വെള്ളം ശ്വാസകോശത്തിൽ ചെന്ന് മുങ്ങി മരണമായിരുന്നു. ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ യാതൊരു ലക്ഷണവും ആ ശരീരങ്ങളിൽ ഇല്ലായിരുന്നു. അദൃശ്യമായ ചുഴലിക്കാറ്റ് കാരണമാണ് ഈ മഹാദുരന്തം സംഭവിച്ചത് എന്ന് പറഞ്ഞ് റെയിൽവേ കേസ് മടക്കിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ 105 പേരുടെ ശരീരത്തിലും കാറ്റുകൊണ്ട് ഒരു ചെറിയ മുറിവ് പോലും ഉണ്ടായിട്ടില്ല. അതായത് യഥാർത്ഥത്തിൽ റെയിൽവേയുടെ അനാസ്ഥയാണ് ആ 105 പേരെയും അഷ്ടമുടിക്കായലിൻ്റെ അടിത്തട്ടിലേക്ക് ജീവനോടെ ചവിട്ടിത്താഴ്ത്തിയത്. ഇനി തുടക്കത്തിൽ പറഞ്ഞ ടൈം ട്രാവൽ കോളിലേക്ക് പോകാം. അതായത് 1 വർഷം മുമ്പ് നടന്ന അപകട സ്ഥലത്ത് നിന്നും ജീവനക്കാർ വിളിച്ച ഒരു കോൾ 1 വർഷത്തിനിപ്പുറം റെയിൽവേ സ്റ്റേഷൻ തേടി വന്ന ആ കഥ.
അത് വെറുമൊരു കെട്ടുകഥ മാത്രമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഡോളറുകൾ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെറുമൊരു കെട്ടുകഥ. ആ കെട്ടുകഥയ്ക്ക് പിന്നാലെ നമ്മൾ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് അങ്ങ് ദൂരെ കാലിഫോർണിയയിലായിരിക്കും. ചാൾസ് ഇ പെക്ക് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. കാലിഫോർണിയയിലെ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു. മരണശേഷം അദ്ദേഹം തൻ്റെ കാമുകിയെ വിളിച്ചതായി ഒരു കഥയുണ്ട്. ബേബി സുൽത്താൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ബേബി സുൽത്താൻ കാണുന്നവർക്ക് ഇപ്പോൾ ആ കഥ ഓർമ്മ വന്നിട്ടുണ്ടാകും. ഈ കഥ അറിയാവുന്ന ഏതോ ഒരു മഹാനാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ട്രെയിൻ അപകടമായ പെരുമൺ ദുരന്തവുമായി ഒരു പ്ലോട്ട് മിക്സപ്പ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ഇനി റിയാലിറ്റിയിലേക്ക് വരാം. അന്ന് പെരുമൺ ദുരന്തം നടക്കുന്ന സമയത്ത് എഞ്ചിനും എഞ്ചിന് ശേഷമുള്ള 2 ബോഗികളും പാലം കടന്നതിന് ശേഷമാണ് മറ്റ് ബോഗികൾ കായലിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് പൈലറ്റും അന്നും ജീവനോടെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ലോകത്ത് നിന്നും അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഈ ടൈം ട്രാവൽ സ്റ്റോറിയുടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഇനി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോൾ വന്നിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് പിന്നിൽ എന്തായാലും ഒരു പ്രേതമോ അല്ലെങ്കിൽ ടൈം ട്രാവലോ ആവാനുള്ള സാധ്യതയില്ല. അതിന് പിന്നിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിനോട് ദേഷ്യം തോന്നിയ ഒരു പച്ച മനുഷ്യൻ തന്നെ ആവാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വെറുമൊരു റിപ്പോർട്ടായിരുന്നില്ല, അതൊരു കോർപ്പറേറ്റ് കവറപ്പായിരുന്നു. റെയിൽവേ നിയമപ്രകാരം ഒരു അപകടം നടക്കാൻ കാരണം റെയിൽവേയുടെ അനാസ്ഥയോ മെക്കാനിക്കൽ പിഴവോ ആണെന്ന് തെളിഞ്ഞാൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് റെയിൽവേ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകണം. ഉദ്യോഗസ്ഥർ ജയിലിൽ പോകേണ്ടിയും വരും. എന്നാൽ അപകടത്തിന് കാരണം ഒരു പ്രകൃതി ദുരന്തമാണെന്ന് വരുത്തി തീർത്താൽ റെയിൽവേക്ക് ആ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ കൈകഴുകി രക്ഷപ്പെടാം. അതിനുവേണ്ടി നിർമ്മിച്ചെടുത്തതായിരുന്നു ആ ഇൻവിസിബിൾ ടൊർണാഡോ കഥ. 100-ൽ കൂടുതൽ പേർ അഷ്ടമുടിക്കായലിൻ്റെ അടിത്തട്ടിൽ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുമ്പോഴും AC റൂമിലിരുന്ന് പണം എങ്ങനെ ലാഭിക്കാമെന്ന് ചിന്തിച്ച അധികാരികളെക്കാൾ യഥാർത്ഥ സംഭവത്തോട് ചേർന്ന് ഒരു ടൈം ട്രാവൽ കഥ ചേർത്ത് $2-3 ഉണ്ടാക്കാൻ ശ്രമിച്ചവൻ ഒരു വലിയ തെറ്റുകാരനല്ലല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ